പാരമാർത്ഥിക തലത്തിൽ ആത്മാ ജനിക്കണമില്ല മരിക്കണമില്ല. ആപേക്ഷികമായ സത്യമാണ് ഈ പുനർജന്മം. ആപേക്ഷികമാണത്. പാരമാർത്ഥികമായി ആത്മാവിന് ജനനം മരണം ഒന്നുമില്ല. വ്യാവഹാരികമായ തലത്തിലും ജനന മരണം നമ്മള് പുനർജന്മമൊന്നും കാണണില്ല പ്രത്യക്ഷമായിട്ട്. ഇത് ആപേക്ഷികമായ ഒരു സത്യമാണ് ഈ പുനർജനനം എന്ന് പറയണത്. അതായത് സൂക്ഷ്മ ശരീരത്തിന്റെ യാത്രയാണ്. സ്ഥൂല ശരീരത്തിന്റെ യാത്രയുമല്ല, ആത്മാവിന്റെ യാത്രയുമല്ല. സൂക്ഷ്മ ശരീരത്തിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയണത്. വാസനാമയ ശരീരം. ഈ ദേഹി ശരീരങ്ങളെ വിട്ട് പുതിയ ശരീരങ്ങളിലേക്ക് പോകുന്നു. എങ്ങനെ എന്ന് വെച്ചാൽ വാസാംസി ജീർണാനി വാസാംസി. വാസാംസി എന്ന് വെച്ചാൽ വസ്ത്രങ്ങൾ എന്നർത്ഥം, തുണികൾ. ഒരു വസ്ത്രം ജീർണിച്ചു കഴിഞ്ഞാൽ ആ ജീർണിച്ച വസ്ത്രം കളഞ്ഞിട്ട് നവാനി ഗൃഹാതി, പുതിയ വസ്ത്രം വാങ്ങിച്ചുകൊണ്ടുവരുന്നു. അതേപോലെ ശരീരാണി വിഹായ, ശരീരം ജീർണിച്ചു കഴിയുമ്പോൾ ആ ശരീരത്തിനെ വിട്ടിട്ട് നവാനി ഗൃഹാതി, പുതിയ ശരീരത്തിനെ ഈ ദേഹി സ്വീകരിക്കുന്നു. അപ്പൊ ജീർണാനി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വയസ്സാവലാണ് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകും. എന്താന്ന് വെച്ചാൽ ചിലതൊക്കെ ചെറിയ കുട്ടികൾ മരിച്ചു പോണു, 10-30 വയസ്സിൽ മരിച്ചു പോണു, 20 വയസ്സിൽ മരിച്ചു പോണു. അപ്പൊ ജീർണാനി എന്ന് വെച്ചാൽ ശരീരം ജീർണിച്ച് വാർദ്ധക്യം പ്രാപിച്ചു എന്ന് മാത്രം അർത്ഥം പറഞ്ഞാൽ പോരാ. ജീർണാനി എന്ന് വെച്ചാൽ സൂക്ഷ്മ ശരീരത്തിൽ ആ ജന്മത്തിൽ അനുഭവിക്കാൻ കൊണ്ടുവന്ന വാസനകൾ ജീർണിച്ചു കഴിയുമ്പോൾ എന്നർത്ഥം. ആ ശരീരത്തിൽ, ആ പർട്ടിക്കുലർ ശരീരത്തിൽ ആ ജന്മത്തിൽ അനുഭവിക്കാനുള്ള പ്രാരബ്ധം ശിഷ്ടം കഴിയുമ്പോ ഇനി ഉള്ളത് അനുഭവിക്കാൻ ഈ ശരീരത്തിൽ യോഗമില്ല. അപ്പൊ അത് ജീർണിച്ചു കഴിയുമ്പോ ഇനി പുതിയ വാസനകളൊക്കെ ഈ ശരീരം കൊണ്ട് അനുഭവിക്കാൻ പറ്റില്ല. ആ പീരീഡ് കഴിഞ്ഞാൽ അത് 10 വയസ്സാവട്ടെ, 2 വയസ്സാവട്ടെ, 100 വയസ്സാവട്ടെ, ചിലർ അത്യാവശ്യം 120 വയസ്സൊക്കെ ഇരിക്കണം, അങ്ങനെ ആവട്ടെ. അത് കഴിയുമ്പോൾ ജീർണാനി വിഹായ, അത് വിട്ടിട്ട് ഇപ്പൊ ഈ ശരീരത്തിൽ ആർജിച്ചിട്ടുള്ള വാസനകളുണ്ടല്ലോ, അതിനെ അനുഭവിക്കാനായിട്ട് പറ്റിയ രീതിയിലുള്ള പുതിയ ശരീരത്തിന് എടുക്കും.